ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നെല്ലിയാമ്പതി പോണതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ നെന്മാറയൊക്കെ എത്തിയപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ കുറച്ച് സ്നാക്സും ഇതൊക്കെ മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ മേടിച്ചത് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സ്നാക്സും എന്താ ഇത് പറയുക, കൊള്ളി വറ്റല അങ്ങനെ എന്തൊരു പറയും, പൂള വറ്റൽ അങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്, കുറേ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ചെറുപഴവും കുറച്ച് നേന്ത്രപ്പഴവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാൽക്കിസ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള, പിന്നെ ചീസ് ഫ്ലേവറും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ചീസ് ഫ്ലേവർ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത കാരണം ചോക്ലേറ്റ് ഫ്ലേവർ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ഫാമിലി കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു ഫാമിലി ഇനി കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നെല്ലിയാമ്പതിക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റേ ഈ സ്ഥലത്തിന് എന്തായിരുന്നു പറയുക, നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഡാമൊക്കെ കാണാം, പോത്തുണ്ടി ഡാം എല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ നിർത്തിയിട്ട് വന്നതാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഒരു ഫാമിലി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ സമയത്തായിരുന്നു ഞങ്ങൾ കണ്ടത് ഇങ്ങനെ മലയെണ്ണ അല്ലേ, മലയെണ്ണ ആയിരുന്നു ഇതിൻ്റെ പേര്, മലയെണ്ണനെ കണ്ടത്. അപ്പോൾ അതിനെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനെ കുറച്ച് കഴിഞ്ഞ് കാറിലിരിക്കുമ്പോൾ വിശന്നപ്പോൾ നമ്മൾ കുറച്ച് പൂള വറ്റൽ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിക്കവരും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാറുള്ളതാണ്. ഞങ്ങളെപ്പോൾ നെല്ലിയാമ്പതി പോകുമ്പോഴും ഈ ഒരു സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ പോണ വഴിക്ക് തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ കൂടി നോക്കിയിട്ട് പോവാ, വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാ പറഞ്ഞ് നോക്കുമ്പോഴായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ മറ്റേ തേനീച്ചയൊക്കെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുത്തണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മരത്തിലൊക്കെ കുറേ മരം കൊണ്ടുണ്ടാക്കി കൂട് പോലത്തെ സാധനങ്ങളും മറ്റേ മാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ കുറേ സ്റ്റോപ്പുകളിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്പോട്ടിലൊക്കെ ഞങ്ങൾ എപ്പോഴും നിർത്താറുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതി എത്തി. നമുക്ക് ഇതെല്ലാവർക്കും അറിയായിരിക്കും, മറ്റേ AVT ഫാക്ടറി, AVTൻ്റെ കമ്പനി അല്ലെങ്കിൽ ഫാക്ടറി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ മറ്റേ കാട്ടുപോത്തൊക്കെ കണ്ടു. കാട്ടുപോത്തല്ല, മറ്റേ പന്നി, കാട്ടുപോത്തല്ല, പന്നി കുറേ ഉണ്ടായിരുന്നു പന്നി. അപ്പോൾ പിന്നെയും നമ്മൾ കുറച്ച് വ്ളോഗ്സിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ സ്പോട്ടിലൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ റോഡല്ല മറ്റേ ഈ ഒരു തേയില, ഈ ചെടികൾ, തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഈ മരുന്നൊക്കെ അടിക്കില്ലേ, അപ്പോൾ എല്ലാവരും അങ്ങനെ കുറേ പേരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ മറ്റേ പുഴ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് തോടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവിടെ മറ്റേ ഇതിനെന്തായിരുന്നു പറയുക, കുരങ്ങ്, ഇതിന് ഒരു കുരങ്ങല്ലല്ലോ പറയും, ചിമ്പാൻസി അല്ല. അപ്പം ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ കസിൻ കൂടി ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞു തരാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കുരങ്ങനെ ചക്കയൊക്കെ തിന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഗൈസ് പിന്നെ പോകുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ നിർത്തി. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു മരം ഉണ്ടായിരുന്നു.
ഈ ഒരു വീഡിയോ ഞാൻ സിനിമാറ്റിക്കിലാണ് എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്താണെന്നറിയില്ല, കണ്ടാലും എനിക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മറ്റേ തൂക്കുപാലത്തിലേക്ക് പോയി. അപ്പോൾ തൂക്കുപാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ മറ്റേ പുഴ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പുഴേൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ പുഴയിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. മീൻസ് പുഴയിൽ ഇങ്ങനെ കളിക്കില്ല, വെള്ളത്തിൽ കളിക്കൊന്നുമില്ല. ഇങ്ങനെ പുഴയിൽ ആ പാറിൻ്റെ അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം പണ്ട് വന്നപ്പോൾ ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഈ തൂക്കുപാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെ വീഴാനൊക്കെ പോവും. ഇതിൻ്റെ നേരെ അടിയിൽ തന്നെയാണ് പുഴ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ പുഴയ്ക്ക് പോവും. ഇപ്പോൾ ഇവിടെ ഒരു മരം വീണതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ അടിഞ്ഞിട്ട് അവിടെ വെള്ളം, ഈ സ്ഥലത്തായാലും മണ്ണൊക്കെ അടിഞ്ഞ് കിടക്കണം. അപ്പോൾ അവിടെ മാത്രം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ മേലെ കാണുന്നതാണ് വെച്ച് പാലം. അപ്പോൾ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞ പുഴയാണ് ഇപ്പോൾ ഇത്. പിന്നെ നമ്മൾ കുറച്ച് മീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ചെറിയ ചെറിയ മീനായിരുന്നു അത്. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ചില വീഡിയോയിൽ, ഈ വീഡിയോയിൽ തന്നെ ഒരു സ്ഥലത്ത് മീനുണ്ട്, പക്ഷെ ഇതിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് മീനുണ്ട്, ഒരു മീൻ കിടക്കണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല. പിന്നെ പാലത്തിൽ കൂടെ നടക്കുമ്പോഴായിരുന്നു അടിയിൽ ഇങ്ങനെ മീൻ കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഈ ഒരു മരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ പച്ച കളറ്, ഈ ഇലൻ്റെ പച്ച ആയതുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എന്താണ് മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റൊരു ചകിരിയും മണ്ണും ഒക്കെ കൊണ്ടുണ്ടാക്കിയൊരു സിംഹം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ എന്തോ ഒരു ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മരങ്ങൾ വെച്ചിട്ട് അടിയിലൊക്കെ ടാർപ്പായൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ സ്ഥലം. ഇരിക്കാൻ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ചാമ്പങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ടാർപ്പായൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാർക്കാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റുള്ള പോലെ ഉണ്ട്. പക്ഷേ ശരിക്കും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പോയ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് റിയലായിട്ട് കാണുമ്പോൾ കുറച്ച് ഡാർക്കായിരുന്നു. പക്ഷേ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് വരുന്ന പോലെ ഉണ്ട്. ഇപ്പം ഇവിടെ കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ട്. ബെഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കുക. പിന്നെ സൈഡായിട്ട് തന്നെ ഊഞ്ഞാലുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കഴിച്ച് ഈ ഒരു കുളമല്ല, ഇങ്ങനെ ഒരു ടാർപ്പായൊക്കെ വിരിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ വിട്ട് അതിൽ മീനുകളൊക്കെ ഉണ്ട്. ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഇതെന്ത് മീനാണ്? ഇവിടെ ഒരു മീനിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഈ ബുഷസ്, പിന്നെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, നല്ലോണം കോടമഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ വൈറ്റ് കളറായിട്ട് മേഘമൊക്കെ അങ്ങനെ കോടമഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മറ്റേ വയലറ്റും ബ്ലൂ ഒക്കെ ആയിട്ട്. ഇതൊരു ട്രീ ഹൗസാണ് ഗൈസ്. മേലെ നോക്കിയാൽ അത്യാവശ്യം നല്ലോണം കാണാൻ പറ്റും. പിന്നെ നല്ല നനഞ്ഞിട്ടുള്ളതുകൊണ്ട് ചിന്ന ചളിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിങ്ങനെ മരത്തിന്മേലെ ട്രീ ഹൗസ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്, നല്ലോണം ഹൈറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് കയറാൻ കുറച്ച് പാടാണ്, എന്നാലും ഞങ്ങൾ കയറി. എന്നിട്ട് ഇങ്ങനെ ഞാൻ കയറുമ്പോൾ തന്നെ ആലോചിച്ചാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇറങ്ങുമ്പോഴാണ് എനിക്ക് പറ്റിയത്, കയറുമ്പോൾ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ഇങ്ങനെ ഉള്ളിലൊക്കെ കണ്ടിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെയും നടന്നു ഗൈസ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
പിന്നെ ഇതും ഒരു ഫാമാണ്, എന്തോ ഓറഞ്ച് ഫാം ഹൗസ് ഒരു ഓറഞ്ച് ഫാം പറഞ്ഞിട്ടൊരു ഫാമല്ലേ. അത് അവിടെ പോയപ്പോൾ നമുക്ക് അനിമൽസൊക്കെ കാണാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ ആ അനിമൽസിനെയൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. പ്രാവ്, റാബിറ്റ്, പിന്നെന്തായിരുന്നു ഡോഗ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, കുറേ അനിമൽസ് ഉണ്ടായിരുന്നു. പഗ്, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഈ ചെറിയ നായാണെങ്കിലും നല്ല കേൾക്കുന്ന സൗണ്ട് മൊത്തം ആ നായുടെയാണ്. പക്ഷെ ഞാൻ ഈ വോയിസ് കട്ടാക്കിയിരിക്കുകയാണ്, ഈ വീഡിയോൻ്റെ വോയിസ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു മറ്റേ ഓസ്ട്രിച്ച്, പിന്നെ പൂച്ച, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ആട്, ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഫാം ഹൗസിൻ്റെ ഉള്ളിൽ. പിന്നെ ചെറിയ ആട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ നല്ല ക്യൂട്ടായിരുന്നു. എന്തായിരുന്നു പൂച്ച, 5-6 പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ തൊട്ടപ്പോൾ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ സൈഡിൽ വന്നിരിക്കുകയായിരുന്നു, അപ്പം ഞാൻ തൊടുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് ഫാം ഹൗസ് അല്ല, ഫാം ഹൗസിൻ്റെ വെളിയിൽ ഞങ്ങൾ പോയി. ഫാം ഹൗസിൻ്റെ വെളിയിൽ പോയപ്പം ഈ ഒരു സ്ഥലത്തിൽ ഞങ്ങളിങ്ങനെ കുറേ ഡക്സൊക്കെ കണ്ടു. പിന്നെ ഒരു ചെറുതായിട്ട് ഡാം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ഡാമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു വാട്ടർഫാൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഞാൻ പറഞ്ഞതാ മറ്റേ വാട്ടർഫാൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണുമ്പോൾ. പിന്നെ ഇവിടെ പുല്ലിലൊന്നും നിൽക്കാൻ പറ്റില്ല, കാരണം മറ്റേ അട്ട ഉള്ളതുകൊണ്ട് പുല്ലിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കയറും, കാലിലൊക്കെ കയറി ചോരയൊക്കെ കുടിച്ച് കഴിഞ്ഞ് സീനാവും. അപ്പോൾ ഞാൻ പുല്ലിലൊന്നും അധികം പോയില്ല. അപ്പോൾ അതിനുള്ളൊരു സ്പ്രേ ഉണ്ട്, അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ മറ്റേ എന്നാലും ഞങ്ങളുടെ കയ്യിൽ ആ മറ്റേ സ്പ്രേ ഉണ്ടായിരുന്നില്ല, സാനിറ്റൈസർ പോലെ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ആ സ്പ്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പുല്ലിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പോയില്ല. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് തന്നെ പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ സ്റ്റേ ആയിരുന്നു. അപ്പോൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എന്തോ ഗ്രീൻലാൻഡ് റിസോർട്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലാണ് ഗ്രീൻലാൻഡിൻ്റെ ഉള്ളിൽ. അപ്പം ഇതൊരു ഇവിടെ അല്ല ഞങ്ങൾ ഇതാക്കണത്, മീൻസ് സ്റ്റേ ഈ ഒരു റിസോർട്ടിലല്ല, ഗ്രീൻലാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു വീടും. പക്ഷേ അത് അവിടെ ആയിരുന്നില്ല ഞങ്ങൾ സ്റ്റേ. അപ്പോൾ ഞങ്ങൾ രാത്രി പോയപ്പോൾ മാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു സ്റ്റേ ഈ ഗ്രീൻലാൻഡിൻ്റെ ഉള്ളിൽ തന്നെ, ബട്ട് ഞങ്ങൾക്ക് അതായിരുന്നു കിട്ടിയത്. പിന്നെ ഇത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ മൊത്തം കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മറത്തിന് മീൻസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സ്നാക്സൊക്കെ ഇട്ട് കൊടുത്തപ്പം അതിങ്ങനെ ചില സമയത്ത് അത് ഈ ഫുഡിന് വേണ്ടിയിട്ട് അടി കൂടും ഗൈസ്. ഇപ്പോൾ ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മീൻസ് ഒരെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടൊക്കെ ഇതാക്കും. പിന്നെ ഞങ്ങൾ ഗൈസ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് തുറക്കണ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു പോണതിൻ്റെ കുറച്ച് ക്ലിപ്പാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളെത്തുമ്പോൾ ഇങ്ങനെ ഡാം, മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയും ഡാമും വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡാർക്ക് കളറിൽ ഉള്ള ഒരു ആൽമരം പോലെ, ആൽമരം ആണ് തോന്നുന്നു. അപ്പം ഈ വള്ളികളൊക്കെ ആയപ്പം മീൻസ് അതിൻ്റെ അടിയിൽ കൂടെ സൺലൈറ്റ്, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സൈഡിൽ തന്നെ ചെറുതായിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളമൊന്നും ഇങ്ങനെ തെറിച്ചിങ്ങനെ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് നനഞ്ഞു കിടക്കണേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് കഴിച്ച് നമ്മൾ ഈ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്, മറ്റേ ഡാമൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലം. അപ്പം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തല്ലേ ഈ സ്ഥലം. അപ്പം ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി.
എത്താനായി ഇതാ എത്തിയിരുന്നു ഗൈസ്. ചെക്ക് പോസ്റ്റ് ഇപ്പം എത്തി. അപ്പോൾ ഗൈസ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോവാണ്, വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഒരു ദിവസം സ്റ്റേ ആയിരുന്നു നെല്ലിയാമ്പതിയിൽ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ എന്തൊക്കെ ആനിമൽസ് ആയിരുന്നു കണ്ടത്? മറ്റേ ഫാമിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എന്താ ഓസ്ട്രിച്ച്, കാറ്റ്, ഡോഗ്, ഡക്ക്, പിന്നെ റാബിറ്റ്, പ്രാവ്, പിന്നെ ആനയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുരങ്ങൾ, പിന്നെന്തായിരുന്നു, ആട്, മാട് കണ്ടിട്ടുണ്ടായിരുന്നു. മാട്. പിന്നെ പൂണ സമയത്ത് ഞങ്ങളിപ്പോൾ പോത്തുണ്ടി എത്തി. അപ്പോൾ പോത്തുണ്ടി മറ്റേ പാർക്ക് ഉണ്ടല്ലോ, ആ പാർക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. നേരെ ഒന്നും കാണാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട് എവിടേക്കൊക്കെയോ കാണാം. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോത്തുണ്ടി പാർക്കിലൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് പോത്തുണ്ടിയിൽ പോവാത്തതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.